ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദുൽ അർബ എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതിൻ്റെ ബാക്കി ഇന്ന് വായിക്കുകയാണ്. യഅലം അർശദക അല്ലാഹു ലിതാഅതിഹി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം أن تعبد الله وحده مخلصا له الدين كما قال تعالى وما خلقت الجن والإنس إلا ليعبدون. ഈ റിസാല വായിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുകയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണവും അവന്റെ വലായത്തും നമുക്ക് നൽകാൻ, എവിടെയായിരുന്നാലും ബറക്കത്തുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ, നന്മകൾ ലഭിച്ചാൽ, സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടിയാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും, പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കുകയും, റബ്ബിനു വേണ്ടി സബർ കൈക്കൊള്ളുകയും, അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ പൊറുക്കലിനെ തേടുകയും പാപമോചനം തേടുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ വായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു മുവഹിദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദ് മനസ്സിലാക്കിയ ആ മഹത്തായ ഭാഗ്യം ലഭിച്ച ഒരാൾക്ക് വേണ്ടുന്ന മഹത്തായ 3 ഗുണങ്ങളാണിത്. നന്മകൾ ലഭിച്ചാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, പ്രയാസങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കുക, അബദ്ധങ്ങൾ അത് മനുഷ്യന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളെല്ലാം തെറ്റുപറ്റുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ, അങ്ങനെ പാലിക്കുന്നവരിൽ ഉൾപ്പെടട്ടെ എന്ന് വായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഷെയ്ഖ് പറയുന്നു. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യം ഈ റിസാലയിൽ പറഞ്ഞിട്ടുള്ള 4 അടിസ്ഥാന കാര്യങ്ങൾ മുവഹിദുകളെയും മുശ്രിക്കുകളെയും വേർതിരിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദ് മനസ്സിലാക്കിയവരെയും അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത, ഏറ്റവും വലിയ ദലാലത്തിൽ വീണുപോയിട്ടുള്ള ശിർക്കിന്റെ ആളുകളെയും വേർതിരിക്കുന്നതാണ് ഈ 4 അടിസ്ഥാന നിയമങ്ങൾ. ഷെയ്ഖ് പറയുന്നു, യഅലം, നീ അറിയുക, അർശദക അല്ലാഹു ലിതാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവൻ നിനക്ക് വഴി കാണിച്ചു നൽകട്ടെ. നോക്ക്, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ധാരാളമായി നമുക്ക് വായിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. വളരെ മഹത്തായ ഒരു രീതിയാണത്. കാരണം അതിൽ ആർക്കാണോ ഈ അറിവ് കൈമാറുന്നത് അവരോടുള്ള റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. കാരണം ഈ ദീൻ യഥാർത്ഥത്തിൽ റഹ്മത്തിന്റെ ദീനാണ്. ഈ ദീനിലെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ ദീനിന്റെ ഉന്നതരായ ഉലമ, അവരിൽ പലരും അവരുടെ ശിഷ്യന്മാർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കാറുള്ള ഹദീസ് തന്നെ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ എന്ന ഹദീസാണ്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യം ചൊരിയുന്ന, കരുണ സ്വഭാവമാക്കിയ ആളുകൾക്ക് റഹ്മാനായ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയുന്നതാണ്.
ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, മുകളിലുള്ളവൻ, 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ്, അവൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയും, അവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഒരു പ്രവർത്തനത്തിന് അതിന് യോജിച്ച പ്രതിഫലമാണ് ലഭിക്കുക. അപ്പോൾ നോക്കൂ, ഈ റഹ്മത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ദുആ എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയ എന്ന കവിതയിൽ, അൽ കാഫിയ ഷാഫിയ എന്നറിയപ്പെടുന്ന കവിതയിൽ അദ്ദേഹം പറയുകയുണ്ടായി, നീ അബദ്ധം സംഭവിച്ചിട്ടുള്ള, തെറ്റ് സംഭവിച്ചിട്ടുള്ള പാപികളായ ആളുകളെ കാണുമ്പോൾ നീ കരഞ്ഞുകൊണ്ടവരെ നോക്കുക. കാരണം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിന്നെയും അവൻ അവരെ പോലെ ആക്കിയനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉപദേശിക്കുമ്പോൾ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹുക്ം അവരുടെ പേരിൽ പറയുമ്പോൾ പോലും, അവൻ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട്, അവൻ ബിദ്അത്തുകാരനാണ് എന്നെല്ലാം പറയേണ്ടി വരുമ്പോൾ പോലും സഹോദരങ്ങൾ, അതൊന്നും നമ്മുടെ പക തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രോഷം തീർക്കാനോ ഉള്ള ഒരു വഴിയായി സ്വീകരിക്കരുത്. മറിച്ച് അതെല്ലാം യഥാർത്ഥത്തിൽ റബ്ബിനു വേണ്ടിയായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി. നമ്മിലേക്കല്ല നമ്മൾ ക്ഷണിക്കേണ്ടത്, അള്ളാഹുവിലേക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ ഹാദിഹി സബീലി, പറയുക ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർത്തവരുടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. അവിടെ നോക്കൂ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. പലരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവനിലേക്കായിരിക്കും ക്ഷണിക്കുന്നത്. അവന്റെ ഉദ്ദേശം അവൻ അംഗീകരിക്കപ്പെടണം, അവന്റെ വാക്ക് സ്വീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് പലപ്പോഴും അവർ വളരെ പെട്ടെന്ന് കോപിക്കുന്നത്, വളരെ പെട്ടെന്ന് അവർക്ക് ആളുകളുടെ എതിർപ്പ് സഹിക്കാനാകാതെ വരുന്നത്. അങ്ങനെ ആവരുത്, റഹ്മത്തോടെ അവരെ നോക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, 2 കണ്ണുകളോടെയാണ് നീ ജനങ്ങളെ കാണേണ്ടത്. ഒന്ന് അള്ളാഹുവിന്റെ ഖദറിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത്. നിന്നെക്കാൾ മോശക്കാരായ ആളുകളെ നീ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖദറാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ആത്യന്തികമായ ഉദ്ദേശം എല്ലാത്തിന്റെ പിന്നിലുമുണ്ട്. ആത്യന്തികമായി അള്ളാഹുവിന്റെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുടെ പിന്നിലുമുണ്ട്. അത് നീ മറന്നു പോകരുത്. അപ്പോൾ അള്ളാഹു നിനക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം ഓർമ്മ വരും. രണ്ടാമത്തത് ശർഇന്റെ കണ്ണിലൂടെ നീ അവരെ നോക്കണം. ശർഇന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നിയമമാക്കിയത് എന്താണ് നിനക്ക്? ഈ ആളുകളെ ഇങ്ങനെ കണ്ടാൽ അള്ളാഹുന്റെ വിധി കൊണ്ട് അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കലല്ല. മറിച്ച് അവിടെ റബ്ബ് നിന്നോട് എന്താണ് കൽപ്പിച്ചത് അത് നീ നടപ്പിലാക്കുകയും വേണം. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ 2 കാഴ്ചയിൽ, ഈ 2 വീക്ഷണകോണിലൂടെ ആളുകളെ നമ്മളെ നോക്കിയാൽ നമുക്ക് സഹോദരങ്ങളെ പലപ്പോഴും പല പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. നമ്മുടെ മനസ്സ് വല്ലാതെ കുടുങ്ങിപ്പോവുകയില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതുപോലെ, നീ നിന്റെ നഫ്സിനെ അവരെ കുറിച്ച് ഓർത്ത് നശിപ്പിക്കാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസമായിരുന്നു ആളുകൾ ദീൻ സ്വീകരിക്കാത്തതിൽ, ഈ ഹക്ക് സ്വീകരിക്കാത്തതിൽ. അപ്പോൾ സഹോദരങ്ങളെ, ജനങ്ങളെ മുഴുവൻ, സമൂഹത്തെ മുഴുവൻ ഒരു നിരാശയുടെ കണ്ണോടെ നോക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ നടപ്പിലാക്കുന്നത് ആളുകളോട് നന്മ ഉപദേശിക്കുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഹക്ക് മനസ്സിലാക്കാൻ, അത് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു എന്ന മഹത്തായ ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ജനങ്ങളോട് ഈ കാരുണ്യം നമുക്കുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും
അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് ഏറെ ദയവും കാരുണ്യവുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യത്തിന്റെ ഭാഗമാണ് മഹാനായ ഈ പണ്ഡിതന്റെ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യത്തിലും ഈ ദുആ സ്വീകരിക്കുമാറാകട്ടെ. യഅലം, നീ അറിയുക, അർശദക അല്ലാഹു ലിതാഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കാൻ നിനക്ക് അതിനുള്ള സന്മാർഗമേകട്ടെ. നമ്മൾ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാവുന്ന മഹത്തായ ഒരു മര്യാദയാണിത്. കാരണം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ അള്ളാഹു നിനക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മയെല്ലാം ഖൈറിലാക്കട്ടെ, അത് ഇഖ്ലാസോടെ പറയുക, അല്ലാതെ ഒരു യാന്ത്രികമായി പറയുകയല്ല. ചില ആളുകൾ അങ്ങനെയാണ് പറയുക, സംസാരത്തിൽ ഖൈറാകട്ടെ, അതൊരു ശീലം പോലെ ഇങ്ങനെ പറയും. അത് ഇഖ്ലാസ് ഇല്ലാതെ ആയാൽ അതിന്റെ മാറ്റു കുറഞ്ഞുപോയി. മറിച്ച് എന്താണ് ആ പറയുന്നത് എന്ന് ശ്രദ്ധയോടെ ഇഖ്ലാസോടെ അത് പറയുക. ചിലപ്പോൾ ആ ഒരു വാക്ക് നീ സംസാരിക്കുന്നവന്റെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കും. ആ ദുആ, ആ പ്രാർത്ഥന എന്നത്. മദീനയിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ അവർ പറയുന്ന ഒരനുഭവമുണ്ട്. അവരിലൊരാൾ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുകയായിരുന്നു, ജമാഅത്തായി നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ സുജൂദിൽ ഒറ്റകിടത്തം, അയാൾ തശഹുദിലേക്ക് എണീറ്റ് വരുന്നേയില്ല. കുറേ സമയം അങ്ങനെ കിടന്നു. ഇമാമിന്റെ കൂടെയാണ് നിസ്കരിക്കുന്നത്, ജമാഅത്തായി നിസ്കരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അയാൾ തശഹുദിലേക്ക് വന്നത്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇത്തിബാ ഇമാമിനെ, ഇന്നമൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാം എന്തിനാണ്? ഇമാമിനെ പിൻപറ്റാനാണ്. ഇമാമിനെ പിൻപറ്റുക എന്നത് ഇമാമിനെ മറികടക്കാൻ പാടില്ല. 2, ഇമാം കഴിഞ്ഞാൽ വല്ലാതെ ഇമാമിന്റെ കൂടെ ആകുകയും ചെയ്യരുത്. അതുപോലെ ഇമാം ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ വൈകരുത്, അതും പിൻപറ്റലല്ല. മറിച്ച് ഇമാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക. ഇമാമിന്റെ മുൻപേ അല്ല, ഇമാമിനെ മറികടക്കാൻ പാടില്ല. ഇമാമിനെ മറികടക്കുക എന്നത് വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ്. ഇമാമിന്റെ മറികടന്നുകൊണ്ട് എന്തായാലും ഇമാം സലാം വിട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു പ്രയോജനമില്ലാത്ത പ്രവൃത്തി കൂടിയാണ്. അതുപോലെ ഇമാമിന്റെ കൂടെയുമല്ല, ഇമാം കഴിഞ്ഞ കുറേ കഴിഞ്ഞിട്ടുമല്ല. അതൊന്നും ഇമാമിന് ഇത്തിബാ ചെയ്യുക എന്നതിൽ പെടുകയില്ല. ഇമാം വന്നാൽ അധികം വൈകാതെ ചെയ്യുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ നിസ്കാരത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ, ഇമാം സുജൂദിൽ താഴേക്ക് എത്തിയാലേ അവരിവിടുന്ന് പുറപ്പെടാറുണ്ടായിരുന്നുള്ളൂ, ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക്. പറഞ്ഞു വന്നത്, ഒരു സാധാരണക്കാരനായ ഒരാൾ കുറേ സമയം സുജൂദിൽ കിടന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അടുത്തു നിന്ന് നിസ്കരിച്ച ഒരു പണ്ഡിതൻ ഇയാൾ ഉപദേശിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചില ആളുകളുണ്ടല്ലോ ചൂടാവും. അപ്പോൾ ആൾ ദേഷ്യത്തോടെ ഇങ്ങനെ കടിച്ചു കീറാൻ എന്ന ഭാവത്തിൽ വന്നപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് തേടുന്നു, നിങ്ങൾ ദുആ ചെയ്തത് മുഴുവൻ അള്ളാഹു സ്വീകരിക്കട്ടെ. സുജൂദിൽ നിങ്ങൾ ദുആ ചെയ്തത് മുഴുവൻ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് നേരത്തെ ഉണ്ടായിരുന്ന ഭാവം മാറി, ദേഷ്യം മാറി, വേഗം സ്വീകരിച്ചു. എന്നതുപോലെ സഹോദരങ്ങളെ, ചില പ്രാർത്ഥന അത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് അവരുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കാം. മാത്രമല്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഹാദൗ തഹാബൗ, നിങ്ങൾ ഹദിയ നൽകുക, പരസ്പരം സ്നേഹമുണ്ടാക്കുക. പരസ്പരം നമുക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഹദിയ, സമ്മാനങ്ങൾ ഇടയ്ക്കിടെ കൊടുക്കുക എന്നത് സ്നേഹം വർദ്ധിക്കാൻ ഏറെ വലിയ കാരണമാകും. നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത്, ഏറ്റവും ബാധ്യതയുള്ള ആളുകൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ. വലിയ വിലയുള്ളതൊന്നും ആകണമെന്നില്ല, എന്തെങ്കിലും ചെറുതെങ്കിലും നിന്നെക്കൊണ്ട് സാധിക്കുന്നത് അവരടുത്തേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക എന്നത് സഹോദരങ്ങളെ മഹബത്ത് വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ഇത് നമുക്ക് കൈകൊണ്ട് കൊടുക്കാനുള്ള ഹദിയകളാണ്. എന്നാൽ റൂഹിന്റെ, ആത്മാവിന്റെ ഹദിയകളുണ്ട്. അതെന്താണ്? ദുആ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്.
പരസ്പരം സ്നേഹമുണ്ടാകാനുള്ള വലിയ മാർഗങ്ങളിലൊന്നാണ് അവരില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്. ഒന്ന് പരിശോധിച്ചു നോക്കൂ. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വാഭാവികമായി എന്തെങ്കിലും പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അവരില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി നോക്കൂ, പ്രാർത്ഥിച്ചു നോക്കൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ വല്ലാതെ പരിഹരിക്കാനൊന്നും മെനക്കെടാതെ ബന്ധങ്ങൾ നന്നാവാൻ അള്ളാഹു കൂടുതൽ സഹായിക്കുന്നതായി കാണാം. വഫഖനില്ലാഹു വയ്യാക്കും. ഇപ്പോൾ സഹോദരങ്ങൾ, ദുആ അതിന്റെ അസർ, അതിന്റെ അനന്തരഫലം വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കാത്ത ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും. ഇവിടെ ശൈഖ് പറയുന്നു, അലം അറിയുക, അർശദകല്ലാഹു ലിതാഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കാൻ അവൻ നിനക്ക് മാർഗം കാണിച്ചു തരട്ടെ. നീ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ കമാ ഖാല തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. അന്നൽ ഹനീഫിയത, ഹനീഫിയത്ത് എന്നാൽ മില്ലത ഇബ്രാഹിം അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ല, ഇബ്രാഹിം നബിയുടെ മാർഗം എന്നാൽ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ അവന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട്, അഥവാ നിന്റെ എല്ലാ താഴ്മയും വണക്കവും എല്ലാം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഹനീഫിയ. അതാണ് മില്ലത്തു ഇബ്രാഹിം. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് നോക്കൂ. ഹനീഫിയത്ത് അതാണ് മില്ലത്തു ഇബ്രാഹിം. ഹനീഫിയ എന്ന് പറഞ്ഞാൽ ഹനീഫിന്റെ മാർഗം. ആരാണ് ഹനീഫ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ഖുർആനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ച പദമാണ് ഹനീഫ്. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇന്ന ഔലൻ നാസി ബിഇബ്രാഹിമ ലല്ലദീന ഇത്തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അള്ളാഹു പറയുന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, മറിച്ച് അവിടുന്ന് ഹനീഫായ മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അവിടുന്ന് മുശ്രിക്കുകളുടെ, അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഇന്ന ഔലൻ നാസി ബിഇബ്രാഹിമ, ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുപ്പമുള്ളവർ, ഇബ്രാഹിം നബിയോട് ഏറ്റവും അർഹതയുള്ള ബന്ധമുള്ളവർ ആരാണ്? ബന്ധത്തിന് ഏറ്റവും അർഹതയുള്ളവർ ആരാണ്? ലല്ലദീന ഇത്തബഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റിയവരാണ്. വഹാദൻ നബിയു, ഈ നബിയാണ് അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ആമനു, മുഅ്മിനുകളാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ രക്ഷാധികാരിയാണ്. ഈ വിഭാഗങ്ങളെല്ലാം, പടച്ച വിഭാഗങ്ങളെല്ലാം ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണെന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബിയുടെ ആളുകൾ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയവർ. ഏതുപോലെ നമ്മളാണ് ബദരീങ്ങളുടെ ആളുകൾ, നമ്മളാണ് അമ്പിയാക്കന്മാരുടെ, സാലിഹീങ്ങളുടെ, ഔലിയാക്കന്മാരുടെ ആളുകൾ. എന്താണ് അവരുടെ ആളുകളാണെന്ന് പറയാനുള്ള മാനദണ്ഡം? അവരെ പിൻപറ്റുക, അവരുടെ ദീൻ സ്വീകരിക്കുക, എന്നാലേ അവരുടെ ആളാകൂ. അവരാരും നിങ്ങൾ ഈ പറയുന്ന, ഈ അവകാശപ്പെടുന്ന പലരും ചെയ്യുന്ന പലതും ചെയ്യാറുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ കഠിനമായി എതിർത്തവരായിരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ബദരീങ്ങൾ, സാലിഹീങ്ങൾ ഒക്കെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിശേഷിപ്പിച്ചു ഹനീഫ്. ഹനീഫ് എന്നാൽ തൗഹീദിന്റെ മാർഗത്തിലേക്ക് പരിപൂർണമായി ചാഞ്ഞിട്ടുള്ള, ഷിർക്കിന്റെ മാർഗത്തിൽ നിന്ന് പരിപൂർണമായി അകന്നിട്ടുള്ള വ്യക്തി എന്നാണ്. അതാണ് ഹനീഫ്. നമ്മൾ രാവിലെ ചൊല്ലുന്ന ദിക്റുകളിൽ പെട്ടതല്ലേ? അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദ് വമില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തിലായിക്കൊണ്ട് ഞാനിതാ പകലിലായിരിക്കുന്നു എന്ന് ആ ദുആയിൽ ഉണ്ട്. അപ്പോൾ ഈ മാർഗം അതാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ആ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുദ്ദീൻ ഇലല്ലാഹ് അൽ ഹനീഫിയതു അസ്സംഹ. അഹബ്ബുദ്ദീൻ ഇലല്ലാഹി അൽ ഹനീഫിയതു അസ്സംഹ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ അൽ ഹനീഫിയ, ഹനീഫിന്റെ മാർഗമാണ്. അസ്സംഹ,
വിട്ടുവീഴ്ചയുടെ ദീനാണ്. നോക്കൂ, ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഇത് സംഹിന്റെ ദീനാണ്, ഇത് വിട്ടുവീഴ്ചയുടെ എളുപ്പത്തിന്റെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എളുപ്പമാണ്. വല യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹ്, ആരെങ്കിലും ദീനിനെ കടുപ്പിക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. നോക്കൂ, ഒരു വാജിബല്ല ചെയ്യേണ്ട, നിർബന്ധമായ കാര്യം നിർബന്ധമല്ല ചെയ്യേണ്ട, അങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദീൻ എളുപ്പമാക്കാൻ പാടില്ല. ഹറാം അതൊക്കെ ചെയ്തോളൂ, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ദീൻ എളുപ്പമാക്കാൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടോ, അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പാലിക്കുക, ഹറാമാക്കിയത് ഒഴിവാക്കുക എന്നത് വളരെ എളുപ്പമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ റബ്ബിനോട് ചോദിക്കുക. നോക്കൂ, ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ എത്ര എളുപ്പമാണ്. നിസ്കരിക്കുക, സഹോദര, നിന്റെ ദിവസത്തിൽ എത്ര സമയം വേണം 5 നേരം നിസ്കരിക്കാൻ? വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ. സകാത്ത്, പണമുള്ള ആളുകൾ എല്ലാവരും കൊടുക്കണ്ട, ഒരു പരിധി വിട്ടുള്ള പണമുള്ള ആളുകളെ കൊടുക്കണ്ടുള്ളൂ. സമ്പത്ത് ഒന്നാകെ കൊടുക്കണോ, പകുതി കൊടുക്കണോ, കാൽഭാഗം കൊടുക്കണോ? വേണ്ട, വളരെ ചെറിയൊരു ഭാഗം, 40-1. അതല്ലേ 2.5% എന്ന് പറഞ്ഞാൽ അത്ര 40-1. സ്വത്ത് ആകെ 40 ഭാഗമാക്കി തിരിച്ചാൽ ഒരു ഭാഗം മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. അതും വർഷത്തിലൊരിക്കൽ. ചില കാർഷിക വിളകൾ പോലെയുള്ളതിന് അത് വിളവെടുക്കുമ്പോൾ കൊടുക്കണം. സമ്പന്നനൊരു പ്രയാസവുമില്ല, പാവപ്പെട്ടവനോ വലിയ ഉപകാരമാണ്. നോമ്പ് വർഷത്തിൽ 1 മാസം മാത്രം, വളരെ ചുരുങ്ങിയ സമയം, മുഴുവൻ മാസം ഒന്നാകെ നോമ്പല്ല, അതിൽ പകലിൽ മാത്രമാണ് നോമ്പ്. ഹജ്ജ് ജീവിതത്തിൽ 1 തവണ മാത്രമാണ് നിർബന്ധം. നമുക്ക് എത്ര എളുപ്പമാണ്. ഇതാണ് ഇസ്ലാമിന്റെ റുക്നുകൾ, ഇസ്ലാമിന്റെ 5 ചുമരുകൾ ഇതാണ്. ഇൻഷാ അല്ലാഹ് ഇത് നീ നല്ല നിലക്ക് പാലിക്കുകയാണെങ്കിൽ നിനക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൽ സ്വർഗം പ്രതീക്ഷിക്കാം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നോക്കൂ, തെറ്റായ മോശമായ കാര്യങ്ങൾ, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കളവ് പറയുക. ആരാണ് ഇതൊക്കെ നല്ലതാണെന്ന് പറയുക? നേർബുദ്ധിയുള്ള ആരാണ് ഈ വക കാര്യങ്ങൾ ഒക്കെ നല്ല വളരെ ഉഷാറായ കാര്യങ്ങളാണെന്ന് പറയുക? അങ്ങേറ്റം ബുദ്ധി നശിച്ച, ശുദ്ധപ്രകൃതി തലതിരിഞ്ഞു പോയ ആളുകൾക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. അപ്പോൾ ഈ ദീൻ എളുപ്പമാണ്. അത് കടുപ്പിക്കാൻ ശ്രമിച്ചാൽ അവനെ പരാജയപ്പെടുത്തി കളയും. വേണ്ടാത്ത കടുപ്പത്തിന്റെ പിന്നാലെ പോയാൽ അവസാനം ദീനേ ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലായി പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം, വിട്ടുവീഴ്ചയുടെ ഈ ദീനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. പഴയകാല ശരീഅത്തുകൾ, പഴയകാല നബിമാരുടെ അവരുടെ എല്ലാം ദീൻ, എല്ലാ നബിമാരുടെ ദീൻ ഒന്നാണ്. എന്നാൽ അവരുടെ ശരീഅത്തുകളുടെ വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചില നിയമങ്ങൾ അവർക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ആ നിയമങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ്. ഇതിലാണ് ഏറ്റവും എളുപ്പമുള്ളത്, ഇതിലാണ് ഏറ്റവും വിശാലതയുള്ളത്. ഒരുപാട് എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ശരീഅത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റാൻ അള്ളാഹു ഖുർആനിൽ പലതവണ പറഞ്ഞത് കാണാം. വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ്. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നോക്കൂ, ഖുർആൻ എടുത്തു നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അവിടെ എല്ലാം തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. ഉപ്പയോടുള്ള സംസാരം, നാട്ടുകാരോടുള്ള, ചന്ദ്രനെ അതുപോലെ ആകാശ ഗോളങ്ങൾ ആരാധിക്കുന്നവരോടുള്ള സംസാരം, നമ്രൂദിനോടുള്ള സംസാരം, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട സംഭവം. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ തൗഹീദ് അത് തിളങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാം. ആർക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ച ഒരാൾ എന്നിട്ട് പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക, ദർഗകളിലും അതുപോലെ അങ്ങനെയുള്ള ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലും ഒക്കെ ചുറ്റുക, മൗലിദും റാത്തീബും ഒക്കെ പോലുള്ള ഷിർക്കിന്റെ വരികൾ അതിൽ അർത്ഥം ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചൊല്ല, എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പഠിച്ച ഒരാൾക്ക് സാധിക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഏകദേശ പഠനമെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണത് സാധിക്കുക? എന്ത് പറ്റിപ്പോയി ഈ ആളുകളുടെ ബുദ്ധിക്ക്?
അപ്പോൾ ആ മാർഗം അതാണ് തൗഹീദിന്റെ മാർഗം. അതെന്താണ്? അൻ തഅബുദ അല്ലാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വഹ്ദഹു, അവനെ മാത്രം, മുഖ്ലിസൻ ലഹുദ്ദീൻ, നിന്റെ ദീൻ മുഴുവൻ അവന് മാത്രമാക്കിക്കൊണ്ട്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, വമാ ഖലഖതു, ഞാൻ പടച്ചിട്ടില്ല, അൽ ജിന്ന, ജിന്നുകളെ, വൽ ഇൻസ, മനുഷ്യരെ, ഇല്ലാ ലിയഅബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. നോക്കൂ, ആരെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? നമ്മയും ജിന്നുകളെയും പടച്ച ഖാലിഖായ അല്ലാഹുവിനെ. നമുക്ക് മനുഷ്യരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, കാരണം മനുഷ്യർ നമ്മളെ പോലുള്ള പടപ്പുകളാണ്. ജിന്നുകളെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ജിന്നുകൾ നമ്മളെ പോലുള്ള പടപ്പുകളാണ്. ഒരു പടപ്പ് എങ്ങനെ പടപ്പിനെ ഇബാദത്ത് ചെയ്യും? അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ. അല്ലാഹു ചോദിച്ചില്ലേ, സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും ഒരുപോലെയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ. അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ചു തേടുന്ന ആളുകൾ, അവർ ഒന്നിനെയും പടക്കുന്നില്ല. അവരാകട്ടെ സൃഷ്ടികളാണ്, പടക്കപ്പെട്ടവരാണ്. അംവാതുൻ, അവർ മരിച്ചുപോയവരാണ്, അവർ മരണപ്പെട്ടവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലും അവർക്കറിയുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഖൈറുൻ, അള്ളാഹു ആണോ നല്ലത്? അതല്ല, ഇവർ ഈ ആരാധിക്കുന്ന ഇവരുടെ ഇലാഹുകളോ? അള്ളാഹു എത്ര തവണ ചോദിച്ചു. ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന ഏതാ? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. യാ അയ്യുഹന്നാസ് എന്ന ഒന്നാമത്തെ വിളി ഏതാ? യാചനാണ്. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ ഒന്നാമത്തെ കൽപ്പന ഏതാ? ഉഅ്ബുദൂ. മുസ്ഹഫ് എടുത്തു നോക്കിയാൽ ഒന്നാമത്തെ കൽപ്പന ഇതാണ്. അംറിന്റെ സീഗ, കൽപ്പനയുടെ ക്രിയ ആദ്യം വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ആരെ? നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളെ നിങ്ങളുടെ മുൻഗാമികളെയും പടച്ച റബ്ബിനെ. അപ്പൊ നോക്കൂ, ഖാലിഖായ റബ്ബിനെ. അവൻ നമ്മെ പടച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയൊക്കെ പടച്ചത് എന്തിനാണ്? നമുക്ക് വേണ്ടി. നമ്മെ എന്തിനാണ് പഠിച്ചത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ഈ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ ഇബാദത്ത്, മര്യാദക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അതിനർത്ഥം സഹോദരങ്ങളെ, നമ്മൾ കുടുംബവും കച്ചവടവും ബാക്കി ദുനിയാവിന്റെ സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കണമെന്നാണോ? അല്ല, അല്ല സഹോദര. ആ സൗകര്യങ്ങളെല്ലാം നീ നിന്റെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കുക, നിയത്ത് നന്നാക്കി തീർക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ദുനിയാവിനെ നീ നിനക്ക് കയറി സഞ്ചാരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക. അത് നിന്റെ പുറത്ത് കയറി സഞ്ചരിക്കരുത്, നീ അതിന്റെ പുറത്ത് കയറിയാണ് സഞ്ചരിക്കരുത്. ദുനിയാവ് നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് തെറ്റിച്ച് കളയരുത്. മറിച്ച് നിനക്ക് അള്ളാഹു തന്ന ദുനിയാവിനെ നീ അവൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷെയ്ഖ് പറയുന്നു, ഫഇദാ അറഫ്ത, നീ മനസ്സിലാക്കിയാൽ, നീ അറിഞ്ഞാൽ, അന്ന അല്ലാഹ ഖലഖക ലിഇബാദതിഹി ഫഅലം അന്ന അൽഇബാദത ലാ തുസമ്മ ഇബാദത്തുൻ ഇല്ലാ മഅ തൗഹീദ്. ഫഇദാ അറഫ്ത, നീ അറിഞ്ഞാൽ, നീ മനസ്സിലാക്കിയാൽ, അന്ന അല്ലാഹ ഖലഖക, അള്ളാഹു നിന്നെ പടച്ചത് ലിഇബാദതിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന കാര്യം നീ മനസ്സിലാക്കിയാൽ, ഫഅലം, എങ്കിൽ നീ അറിയുക, അന്നൽ ഇബാദത, ഈ പറയുന്ന ഇബാദത്ത് ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയാണോ അള്ളാഹു നിന്നെ പടച്ചത്, ആ ഇബാദത്ത്, ആരാധന, ലാ തുസമ്മ ഇബാദ, അതിന് ഇബാദത്ത് എന്ന് പേര് വിളിക്കപ്പെടുകയില്ല, ഇല്ലാ മഅ തൗഹീദ്, തൗഹീദ് ഉണ്ടെങ്കിലല്ലാതെ. അത് യഥാർത്ഥ ഇബാദത്താവുക എപ്പോഴാണ്? അത് തൗഹീദ് ഉണ്ടെങ്കിൽ, അഥവാ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലേ ഈ പറഞ്ഞ ഇബാദത്ത് ഇബാദത്താകൂ, അല്ലെങ്കിൽ അതൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. കമ, ഏതുപോലെ, അന്ന സ്വലാത്ത, നിസ്കാരം, ലാ തുസമ്മ സലാഹ്, അതിന് നിസ്കാരം എന്ന് പറയുകയില്ല, ഇല്ലാ മഅ തഹാറ, എന്തുണ്ടെങ്കിലല്ലാതെ, ശുദ്ധി ഉണ്ടെങ്കിലല്ലാതെ. വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി വുദുവോടെ നിസ്കരിച്ചാലല്ലേ ഒരാളെ നിസ്കാരം എന്ന് പറയുകയുള്ളൂ. ഫഇദാ ദഖല ശിർകു ഫിൽ ഇബാദ, ഷിർക്ക് ഇബാദത്തിൽ കലർന്നാൽ, ഷിർക്ക് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത് ആരാധനയിൽ കലർന്നാൽ, ഫസദത്, ആ ഇബാദത്ത് ഫാസിദായി, അത് പൊളിഞ്ഞു, അത് നശിച്ചു. കൽ ഹദഫി, വുദു മുറിയുന്ന കാര്യങ്ങളെ പോലെ. ഇദാ ദഖല ഫി തഹാറ, ഒരാൾ വുദു എടുത്ത് നിന്നു, ശുദ്ധിയിൽ നിൽക്കവേ ശുദ്ധി മുറിയുന്ന കാര്യം സംഭവിച്ചാൽ,
അത് മുറിഞ്ഞുപോയി എന്നതുപോലെ. എത്ര സുന്ദരമായാണ് ഷെയ്ഖ് റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അറിയണം, ഇബാദത്താവുക തൗഹീദ് ഉണ്ടെങ്കിലാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകളുടെ ഇബാദത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ അൻതും ആബിദൂന മാ അബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. എന്താണ് അവിടെ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള കാരണം? അവരുടെ ഇബാദത്ത് പൊളിഞ്ഞ ഇബാദത്താണ്. അല്ലാതെ അള്ളാഹു വേണ്ടി അവർ ഇബാദത്തായി ഒന്നും, ഇബാദത്താണെന്ന് അവർ ധരിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. കാരണം അവർ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തായ പലതും ചെയ്തവരാണ്. അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ നോമ്പ് നോറ്റിരുന്നു, അതുപോലെ അവർ ഇഅ്തികാഫിരുന്നിരുന്നു. ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. ഒരുപാട് ഇബാദത്തുകൾ അവർ ചെയ്തതായി നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അത് അല്ലാഹുവിന് വേണ്ടി ചെയ്തിരുന്നു, നേർച്ചയാക്കിയിരുന്നു എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും കാണാം. പക്ഷെ അതെല്ലാം നിഷ്ഫലമാണ്. കാരണം അതിലൊക്കെ ശിർക്ക് കലർന്നു പോയിരിക്കുന്നു. പിന്നെ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവം ചിന്തിച്ചു നോക്കൂ. ഒരാൾ ദീർഘകാലം ഇബാദത്തുകൾ ചെയ്യുന്നു, വലിയ വലിയ ഇബാദത്തുകൾ, ഹജ്ജ് ചെയ്യുന്നു, നോമ്പ് നോൽക്കുന്നു, ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കുന്നു, പകല് നോമ്പെടുക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നവനാണ് അവനെങ്കിൽ എത്ര ഇബാദത്ത് കൊണ്ടും കാര്യമില്ല, എല്ലാം പൊളിയും. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. അള്ളാഹു പറയുന്നു സൂറത്തു സുമറിലെ ആയത്താണ്, വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ താങ്കൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, വഇല الذين من قبلك, താങ്കൾക്ക് മുൻപുള്ള നബിമാർക്കും. എന്താണ്? ലഇൻ അശറക്ത, താങ്കൾ എങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോയി. നബിമാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞുപോയേനെ. സുബ്ഹാനല്ലാഹ്. ഏതുപോലെ ഷേഖ് പറയുന്ന ഉദാഹരണം അനുസരിച്ച് ഒരാൾ നിസ്കരിക്കുന്നു, കുറേ നേരം നിന്ന് നിസ്കരിക്കുന്നു, ഒരുപാട് സമയം നിസ്കരിച്ചു, പക്ഷെ ആൾ ഒതുമില്ലാണ്ടാണ് നിസ്കരിച്ചത്. ഏതെങ്കിലും ഒരു മുസ്ലിം, ഒരല്പമെങ്കിലും ദീനിൽ വിജ്ഞാനമുള്ള ഒരു മുസ്ലിം പറയും, നിസ്കാരം ശരിയായി, കുറേ നേരം നിസ്കരിച്ചില്ല, എത്രയാ ഓതിയത്, എത്രയാൾ നിന്നത്, എത്ര നേരമാണ് സുജൂദിൽ കിടന്നത്, ആരെങ്കിലും പറയോ? ഇല്ല, പറയില്ല. എന്താണ് അതിന്റെ ഷർത്ത്? അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം ശരിയാകാനുള്ള നിബന്ധന നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷേഖ് പറയുകയാണ്, അതിനെ നിസ്കാരം എന്ന് പറയുകയില്ല എന്നതുപോലെ ഇതിനെ ഇബാദത്ത് എന്നും പറയുകയില്ല. ഇതൊന്നും അള്ളാഹുള്ള ഇബാദത്തല്ല, അതെല്ലാം പൊളിഞ്ഞുപോയി. ഷിർക്ക് ഇബാദത്തിൽ കലർന്നാൽ ഇബാദത്തിനെ അത് തകർക്കും. ഷിർക്ക് ആരാധനയിൽ കലർന്നാൽ ആരാധന പൊളിയും. നോക്ക്, അതുകൊണ്ടല്ലേ നബിമാർ എല്ലാം ഇതാദ്യം പറഞ്ഞത്. കാരണം ഇത് ശരിയായാലേ ബാക്കിയുള്ളത് ശരിയാവുള്ളൂ. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. താങ്കൾക്ക് മുൻപ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനില്ല, അതുകൊണ്ട് എന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് വഹി നൽകിയിട്ടല്ലാതെ. ولقد بعثنا في كل أمة رسولا أن يعبدوا الله واجتنبوا الطاغوت. ഓരോ ഉമ്മത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചു, അൻ യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, വജ്തനിബു ത്താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയെ ഒഴിവാക്കാൻ. അല്ലാഹു എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകൾ അയച്ചത് ഇതിനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, താങ്കൾ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ്, തൗഹീദിലേക്കാണ്, അള്ളാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യുക എന്നതിലേക്കാണ്. കാരണം അത് ശരിയായാലേ ബാക്കിയൊക്കെ ശരിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇബാദത്തുകളെല്ലാം പൊളിഞ്ഞുപോയി, അതൊന്നും ഇബാദത്തല്ല. ഏതുപോലെ കൽ ഹദഥി ഇദാ ദഖല ഫി ത്വഹാറ, വുദു മുറിയുന്ന കാര്യം സംഭവിച്ചാൽ പിന്നെ വുദു ഇല്ലല്ലോ, തഹാറത്തില്ലല്ലോ എന്നതുപോലെ. ഇത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കി തരാൻ വേണ്ടി, ഈ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ഷെയ്ഖ് പറഞ്ഞ ഉദാഹരണമാണ്. അല്ലെങ്കിൽ വുദു മുറിയുന്ന കാര്യങ്ങൾ
എങ്ങനെയാണോ ഒരാളുടെ വുദൂഇനെ മുറിക്കുന്നത്, ഒരാൾ വുദൂ ഇല്ലാണ്ട് നിസ്കരിച്ചാൽ എങ്ങനെയാണോ, അതിനേക്കാൾ അപകടമാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. ശിർക്ക് സംഭവിക്കുക എന്നത് യഥാർത്ഥത്തിൽ വുദൂ ഇല്ലാതെ ഒരാൾ നിസ്കരിക്കുക എന്നതിനേക്കാൾ അപകടമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഷേഖ് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരാൾ ഇത്ര നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല വുദൂ ഇല്ലെങ്കിൽ, അയാളുടെ നിസ്കാരം സ്വീകരിക്കുമെന്ന് ആരും പറയുകയില്ല എന്നതുപോലെയാണിത്. അപ്പൊ അതൊരു അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. പക്ഷെ അതിനേക്കാൾ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ഷിർക്കോടെ ഒരാളുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിക്കുക എന്നത്. കാരണം വുദൂ ഇല്ലാതെ ഒരാൾ കരുതി കൂട്ടി നിസ്കരിച്ചാൽ അവന്റെ ആ പ്രവൃത്തി കാരണത്താൽ അവൻ കാഫിറാവുകയില്ല എന്ന് ആണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന പ്രവൃത്തിയാണ് ചെയ്തത്. അത് കരുതി കൂട്ടി ഒരാൾ വുദൂ ഇല്ലാതെ അല്ലെങ്കിൽ വലിയ അശുദ്ധിയോടെ നിസ്കരിക്കുകയോ മറ്റോ ചെയ്തു. കാരണം അയാൾ അള്ളാഹുവിന്റെ ദീനെ കൊണ്ട് കളിക്കുകയാണ്, അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഇക്കാര്യം ഇതിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ല. ശിർക്ക് സംഭവിച്ചാൽ മുഴുവൻ ഇബാദത്തുകളും മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും എന്ന കാര്യത്തിൽ. നരകം അവന് ശാശ്വതമായി ലഭിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. ആരാണോ അല്ലാഹുവിൽ പങ്കുചേർത്തത് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗം അവന് നിഷിദ്ധമാണ്. ഒരു കാലത്തും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വമഅവാഹു അന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, ആ അക്രമികളെ സഹായിക്കാൻ ആരും തന്നെയില്ല. അവരെ നരകത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുത്തുകയില്ല. ഷെയ്ഖ് പറയുന്നു, فإذا عرفت أن الشرك إذا خالط العبادة أفسدها وأحبط العمل وصار صاحبه من الخالدين في النار عرفت أن أهم ما عليك معرفة ذلك. നീ മനസ്സിലാക്കിയാൽ, فإذا عرفت, നീ തിരിച്ചറിഞ്ഞാൽ, أن الشرك, ഷിർക്ക് إذا خالط العبادة, അത് ഇബാദത്തിൽ കടന്നുകൂടിയാൽ, ഇബാദത്തിൽ അത് കടന്നുകൂടിയാൽ അഫ്സദഹ, ഇബാദത്തിനെ ഷിർക്ക് നശിപ്പിക്കും. പിന്നെ അത് ഇബാദത്തല്ല, അത് പൊളിഞ്ഞു. വഅഹ്ബതൽ അമൽ, ആ പ്രവൃത്തിയെ ഫലശൂന്യമാക്കും, അതിന് യാതൊരു ഫലവുമില്ല. ഇതാണ് ഷിർക്ക്. വസാറ സാഹിബുഹു മിനൽ ഖാലിദീന ഫിന്നാർ, ഷിർക്കുമായി ഷിർക്കിലായിക്കൊണ്ട് മരിച്ചവൻ നരകത്തിൽ ശാശ്വതനാകും. ഇത് നീ മനസ്സിലാക്കിയാൽ അറഫ്ത അന്ന അഹമ്മ മാ അലൈക മഅരിഫത്തു ദാലിക്, ഇത് നീ മനസ്സിലാക്കിയാൽ നീ തിരിച്ചറിയും, അതായത് നിനക്ക് ഏറ്റവും പ്രാധാന്യപൂർവ്വം നീ പഠിക്കേണ്ട കാര്യം, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഇത് പഠിക്കുക എന്നതാണ്. ഷിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കലാണ് എന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നീ അപ്പോൾ തിരിച്ചറിയും. എന്താണ് കാരണം? ഷിർക്കെങ്ങാനും ജീവിതത്തിൽ വന്നാൽ എല്ലാ ഇബാദത്തും പൊളിഞ്ഞു, ഒരു പ്രവർത്തനവും പിന്നെ ഫലപ്പെടുകയില്ല, എല്ലാം ഫലശൂന്യമാകും, നരകത്തിൽ ശാശ്വതനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിക്കൊണ്ട് മരിച്ചത് അവൻ നരകത്തിലാണ്. ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചത് അവൻ സ്വർഗത്തിലാണ്. കിതാബ് തൗഹീദിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതുപോലെ, മുആദ് തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. മുആദ്, നിനക്കറിയുമോ എന്താണ് അള്ളാഹുവിനോട് പടപ്പുകൾക്കുള്ള ബാധ്യത? പടപ്പുകളോട് അള്ളാഹു ബാധ്യതയായി ഏറ്റിട്ടുള്ള കാര്യം എന്താണ് എന്ന് നിനക്കറിയുമോ? എന്താണ് അള്ളാഹുവിനോടുള്ള പടപ്പുകളുടെ ബാധ്യത? അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇത് ചെയ്താൽ അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റിരിക്കുന്നു, അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്ന്. അവന്റെ അന്തിമ സങ്കേതം
അള്ളാഹുൽ പങ്കുചേർക്കാത്തവന്റെ അന്തിമ സങ്കേതം സ്വർഗമാണ്. ഒന്നുകിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു നേരിട്ട് പുറത്തു കൊടുത്ത് നേരെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അവന്റെ പാപങ്ങളുടെ ശിർക്കോ കുഫറോ അല്ലാത്ത മറ്റുള്ള പാപങ്ങളുടെ ശിക്ഷ അനുഭവിപ്പിച്ച് അവനെ ശുദ്ധീകരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. എന്തായാലും അവന്റെ അന്തിമ സങ്കേതം സ്വർഗമാണ്. അള്ളാഹു തൗഹീദിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു വെറുക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇക്കാര്യം, ഈ ഗൗരവപ്പെട്ട കാര്യം നീ അറിഞ്ഞാൽ അപ്പോൾ നിനക്ക് മനസ്സിലാകും, ഏറ്റവും പ്രാധാന്യപൂർവം നീ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യമാണ്. ഇത് പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എങ്ങനെയും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകരുത്. ലഅല്ല അല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക. കാരണം ഇത് പഠിച്ചാൽ അള്ളാഹു നിന്നെ അവൻ കാത്തുരക്ഷിച്ചേക്കാം. മിൻ ഹാദിഹി ശബക, ഈ കെണിയിൽ നിന്ന്, ശിർക്കിന്റെ കെണിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാത്തുരക്ഷിച്ചേക്കാം. ഏതാണ് ഈ കെണി? വഹിയ ശിർകു ബില്ലാഹി അല്ലദി ഖാല അല്ലാഹു തആല ഫീഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ وذلك بمعرفة 4 قواعد ذكرها الله تعالى في كتابه. ശിർക്കിൽ നിന്ന് നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കാം. എന്താണ് ശിർക്കിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം റഹ്മത്ത് ചൊരിയുന്നവനാണ്. ആ റബ്ബ് ഒരിക്കലും പൊറുക്കുകയില്ല എന്ത്? അള്ളാഹുൽ പങ്കുചേർക്കുക എന്നത്. അവരെ അള്ളാഹു ശുദ്ധീകരിക്കുകയില്ല. കാരണം അവർ അങ്ങേയറ്റത്തെ അശുദ്ധിയിലാണുള്ളത്, നരകം കൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത അശുദ്ധിയിൽ. അതാണ് ശിർക്കിന്റെയും കുഫറിന്റെയും അശുദ്ധി. അവർ കലാകാലം നരകത്തിലാണ്. അതിന് താഴെയുള്ള പാപങ്ങൾ നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. പിന്നീട് അവർ ആ നന്മ കൊണ്ട്, തൗഹീദിന്റെ മഹത്തായ നന്മ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ ഇത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല, അള്ളാഹുൽ പങ്കുചേർക്കുക എന്നത്. ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കും. വദാലിക ബിമഅരിഫതി 4 ഖവാഇദ്, 4 അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയാണ് അത്. ذكرها الله تعالى في كتابه, അള്ളാഹു അവന്റെ കിതാബിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ 4 അടിസ്ഥാന കാര്യങ്ങൾ. നോക്കൂ സഹോദരങ്ങളെ, ഇക്കാര്യങ്ങൾ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ സ്വന്തം വകയായി പറയുന്നതല്ല. വഹാബികൾ എന്ന് പരിഹസിക്കുന്ന, ജനങ്ങളെ തൗഹീദിന്റെ ആളുകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി അങ്ങനെയുള്ള പേരുകൾ വിളിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഷെയ്ഖിന്റെ കിതാബുകളിൽ നിന്ന് എന്താണ് അദ്ദേഹം സ്വന്തം വകയായി പറഞ്ഞിട്ടുള്ളത് എന്ന് തെളിയിക്കാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ കിതാബുകൾ, റിസാലകളിൽ ഖാല അല്ലാഹു ഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതല്ലാതെ എന്താണുള്ളത്? സ്വന്തം വകയാണ് ഈ തൗഹീദിന്റെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് ഈ 4 അടിസ്ഥാന കാര്യങ്ങൾ. ഇത് പഠിച്ചാൽ മുവഹിദിനെയും മുശ്രിക്കിനെയും വേർതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കലരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതുപോലെ മുശ്രിക്ക് അവർ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ശിർക്കിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ബാക്കിയുള്ള മറ്റുള്ള ന്യായങ്ങൾ കൊണ്ട് കാര്യമില്ല. നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ അള്ളാഹിന്റെ ഔലിയാക്കന്മാരോടല്ലേ തേടുന്നത്? അള്ളാഹിന്റെ നബിമാരോടല്ലേ ചോദിക്കുന്നത്? നമ്മൾ കല്ലിനോടും മരത്തിനോടുമാണോ ചോദിക്കുന്നത്? എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ പലതും ആളുകൾ പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നില്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള ന്യായങ്ങൾ. പക്ഷെ അതൊന്നും സഹോദരങ്ങളെ, അതൊന്നും യഥാർത്ഥത്തിൽ ശിർക്ക് സംഭവിച്ചവന് ആ ന്യായമൊന്നും അവന് അനുകൂലമായ തെളിവല്ല എന്ന് നമുക്ക് ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും. ഒന്നാമത്തേത്, അൽ-ഖാഇദത്തുൽ ഊല അൻ തഅലമ أن الكفار الذين قاتلهم رسول الله صلى الله عليه وسلم مقرون بأن الله تعالى هو الخالق المدبر وأن ذلك لم يدخلهم في الإسلام.
والدليل قوله تعالى قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഖാഇദ, ഒന്നാമത്തെ അടിസ്ഥാന നിയമം, അടിസ്ഥാന കാര്യം, അൻ തഅലമ, നീ അറിയുക, അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാഫിറുകളോടാണോ യുദ്ധം ചെയ്തത് അവരായിരുന്നു മുഖറൂൻ, അവർ അംഗീകരിക്കുന്നവരായിരുന്നു അവർ. ബിഅന്നല്ലാഹ തആല ഹുവൽ ഖാലിഖു അൽ മുദബ്ബിർ, അല്ലാഹുവാണ് അൽ ഖാലിഖ്, അല്ലാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, അൽ മുദബ്ബിർ, അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന് അംഗീകരിച്ചവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത മുശ്രിക്കുകൾ. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ എതിർപ്പ് എന്താ ഉള്ളത്? അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ മുശ്രിക്കുകളായി ആണ് അവരെ മനസ്സിലാക്കിയത് എന്നതിനുള്ള വലിയ തെളിവാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരും തമ്മിൽ യുദ്ധം സംഭവിച്ചു എന്നത്. അപ്പോൾ അവരുടെ കുഫറിൽ, അവരുടെ ശിർക്കിൽ യാതൊരു സംശയവുമില്ല, അങ്ങനത്തെ മുശ്രിക്കുകളാണ്. ആ മുശ്രിക്കുകൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? ഈ ആകാശഭൂമികളെ പടച്ചത് അവരുടെ മറ്റേതെങ്കിലും ഇലാഹുകളായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്? അല്ല, അവർ വിശ്വസിച്ചത് അള്ളാഹുവാണ് എന്നാണ്. ആരാണ് മഴ പെയ്യിക്കുന്നത്? അള്ളാഹുവാണ്. ആരാണ് നിങ്ങളെ പടച്ചത്? അള്ളാഹുവാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നായിരുന്നു അവരുടെ മറുപടി. അൽ മുദബ്ബിർ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് റബ്ബ് എന്നവർ വിശ്വസിച്ചിരുന്നു. വഅന്ന ദാലിക, എന്നാൽ അത് ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, അതവരെ മുസ്ലിങ്ങളാക്കിയില്ല. അതുകൊണ്ട് മാത്രം അവർ മുസ്ലിങ്ങളായി തീർന്നില്ല. വദ്ദലീലു, ഇതിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു പറയുന്നു, ഖുൽ, ചോദിക്കൂ നബിയെ, മൻ യർസുഖുക്കും, ആരാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്, ആരാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, മിനസ് സമാഇ വൽ അർദ്, മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും, അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചകളുമെല്ലാം ആരാണ് ഉടമപ്പെടുത്തുന്നത്, ആരുടെ കയ്യിലാണ്, ആരാണ് അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ആരാണ് ജീവനുള്ളതിനെ ജീവനില്ലാത്തതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ജീവനുള്ളത് പലതും ജീവനില്ലാത്തതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി കാണുന്നതാണത്. ജീവനുള്ളത് പലതും വരുന്നത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ്. കോഴിമുട്ടയിൽ നിന്ന് കോഴി വരുന്നു. അതുപോലെ നുത്ഫയിൽ നിന്ന്, ബീജത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടക്കുന്നു. അതുപോലെ അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ചത്ത ഹൃദയമുള്ള മുശ്രിക്കായ കാഫിറായ ഒരുവന്റെ സന്താനം മുഅ്മിനാകുന്നു. അവൻ ആണ് യഥാർത്ഥ ജീവിതം ഉള്ളവൻ, ഖൽബ് ജീവനുള്ളവൻ. അത് ഈ പരിധിയിൽ പെടുമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. ഈ പറഞ്ഞതിൽ ഉൾപ്പെടുമെന്ന്. ചത്തതിൽ നിന്ന് അല്ലാഹു ജീവനുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, അതുപോലെ ജീവനില്ലാത്തതിനെ അല്ലാഹു കൊണ്ടുവരുന്നു മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന്. ജീവനുള്ള പലതിൽ നിന്നും ജീവനില്ലാത്തത് പലതും പുറത്തേക്ക് പോകുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ. വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് എന്ന്. ഫഖുൽ അഫലാ തത്തഖൂൻ, എങ്കിൽ ചോദിക്കൂ നബിയെ, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? എന്താണ് ഇബാദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കാത്തത്? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന കാര്യം എന്തേ നിങ്ങൾ പരിഗണിക്കാത്തത്? ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരായത്താണിത്. സൂറത്തു യൂനിസിലെ 31-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നമ്മൾ ഏറെ ശ്രദ്ധിക്കുക. ഈ വിഷയം യഥാർത്ഥത്തിൽ
ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾക്ക്, മുസ്ലിയാക്കന്മാർക്ക് ഒരിക്കലും ദഹിക്കാത്ത വിഷയമാണ്. അബൂലഹബും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നു. അള്ളാഹു ഉണ്ട് എന്നവർ അംഗീകരിച്ചിരുന്നു. അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് അവരെ പഠിച്ചത്, അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഈ കൗമിന് ഒരു കാലത്തും അത് സഹിക്കുകയില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവരെങ്ങനെയെങ്കിലും അതിനെ മറികടക്കാൻ, അതിനെ എതിർക്കാൻ, ജനങ്ങളുടെ മുന്നിൽ നിന്ന് അത് മൂടിവെക്കാൻ ശ്രമിക്കും. യാതൊരു സംശയവുമില്ല. അവർ പറയും അബൂജഹലിനെ വെള്ളപൂശാൻ നോക്കുക, ഇവിടെയുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശിരിക്കാക്കി, മുശിരിക്കീങ്ങളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറയുകയാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും ഒക്കെ അടങ്ങുന്ന മുശിരിക്കുകൾ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, മഴ പെയ്യിക്കുന്നവൻ എന്നൊക്കെ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ പുകഴ്ത്തലാണോ അത്? അല്ല, അവരങ്ങേറ്റം ആക്ഷേപിക്കലാണത്. കാരണം ഇതൊക്കെ മനസ്സിലാക്കിയ കൗമാണ് പിന്നെ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചത്. അത് അവർക്കുള്ള ആക്ഷേപമാണ്. അവരെത്രമാത്രം വലിയ കുഫറിലായിരുന്നു എന്നാണ് അതിലൂടെ നമ്മൾ പറയുന്നത്. അതായത് അവരെ വെള്ളപൂശുകയല്ല, അള്ളാഹു പറഞ്ഞ കാര്യമാണത്. അവർക്കെതിരിൽ അള്ളാഹു തെളിവായി പറഞ്ഞത് ഇതാണ്. കാരണം ഇതൊക്കെ ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നതും മഴ പെയ്യിക്കുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ റബ്ബാണ്, അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അതേ നിങ്ങൾ തന്നെ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരിൽ തെളിവായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അവർക്കെതിരിലുള്ള രേഖയാണിത്, തെളിവാണിത്. അത് പറയൽ ഒരിക്കലും അവരെ വെള്ളപൂശലല്ല. നോക്കിവിടെയുള്ള ഒരുപാട് മുസ്ലിമീങ്ങൾ, അവർ പലരും ഈ വിഷയം മനസ്സിലാക്കാത്തവനാണ്. ഇസ്ലാമിന്റെ ആളുകളാണ് തങ്ങൾ എന്ന് വിചാരിക്കുന്ന പലരും കരുതി പോരുന്നത് അള്ളാഹു ഒന്നിലധികമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നാണ്. അള്ളാഹു മാത്രമേ ഉള്ളൂ, എല്ലാം നമുക്ക് തരുന്നത് അള്ളാഹുവാണ്. ഏത് നിഅമത്തും അള്ളാഹു തരുന്നതാണ്. അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, അള്ളാഹുവാണ് അങ്ങനെ തരുന്നത്, ഇങ്ങനെ തരുന്നത് എന്നൊക്കെ ഈ ആളുകൾ പറയും. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അവന് തന്നെ വകവെച്ചു കൊടുക്കും. പക്ഷെ അവരുടെ പ്രവർത്തനത്തിന്റെ കാര്യം വരുമ്പോഴോ, ഇബാദത്തിന്റെ കാര്യം വരുമ്പോഴോ, അപ്പോ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയും. ഇതാണ് ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ശിർക്ക്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. എന്താണ് അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം? ഇതാണ്, ഖാലിഖ് അല്ലാഹുവാണ്, റാസിഖ് അല്ലാഹുവാണ് എന്നതാണ് അവരുടെ ഈമാൻ. എന്താണ് അവരുടെ ശിർക്ക്? അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തിന്റെ കരങ്ങൾ ഉയർത്തിയിരുന്നു. അവർ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയിരുന്നു. അതുപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള ശിർക്കിന്റെ ഇനങ്ങൾ അവർക്ക് സംഭവിച്ചു. അള്ളാഹുവാണ് ഖാലിഖും റാസിഖും എന്നൊക്കെ അവർ വിശ്വസിക്കുന്നതോടൊപ്പം, ഇത് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പലർക്കും യഥാർത്ഥത്തിൽ അറിയുകയില്ല. അത് മൂടിവെക്കാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത്. എന്നാൽ സുബ്ഹാനല്ലാഹ്, വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തിൽ പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന അവസ്ഥയിലേക്ക് ഇക്കാലത്തെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ചില ആളുകൾ എത്തിയിട്ടുണ്ട് എന്നത് അങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. അവരിൽ പലരും വിശ്വസിക്കുന്നു എന്ത് ആകാശഗോളങ്ങളെ, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ചില പ്രത്യേകം ഔലിയാക്കന്മാരാണ്, ചില ഖുതുബുകൾ, ചില ഗൗസുകൾ. അവർ വർഷാവർഷം ഒരു സ്ഥലത്ത് യോഗം ചേരും, എന്നിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ ഖുതുബിയത്ത് എന്ന പേരിൽ പലരും ചൊല്ലുന്ന ഒരു ബൈത്തിൽ അതിലെന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖാണ് മഴ പെയ്യിക്കുന്നത് എന്നാണ്. ആദ്യം തന്നെ വിളിക്കുന്നത് മഴ പെയ്യിക്കുന്ന, അതുപോലെ അരുവികൾ ഒഴുക്കുന്ന ആകാശങ്ങളുടെ ഖുതുബായ മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കൂ, അള്ളാഹുവിൽ പഴയകാല മുശ്രിക്കുകൾ പങ്കു ചേർക്കാത്ത ശിർക്ക് അത് തന്നെ ചെയ്യുന്ന ആളുകളെ വരെ ഇന്ന് സമൂഹത്തിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ ഷർറിൽ നിന്ന്
ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മെയും മുസ്ലിമീങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ജനങ്ങളെ തൗഹീദ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഊന്നി ഊന്നി പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ചോദിക്കണം, എന്താണ് നിങ്ങൾ ഈ പറയുന്ന വാദവും അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞ വാദവും തമ്മിലുള്ള വ്യത്യാസം? എവിടെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹുവാണ് ഖാലിഖ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അവർ വിശ്വസിച്ചിരുന്നു. എവിടെയാണ് അവർ പറഞ്ഞ വാദവും നിങ്ങൾ പറഞ്ഞ വാദവും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്ന് സഹോദരങ്ങളെ ചോദിക്കേണ്ടതുണ്ട്. ഇതെല്ലാം സഹോദരങ്ങളെ ഖുർആൻ കൊണ്ട് മാത്രം, അതുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ബാക്കി ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാണാം മുസ്ലിയാക്കന്മാർ വേഗം വേറെന്തെങ്കിലും മസ്അലകളിലേക്ക് കടക്കും. സ്ത്രീകൾക്ക് വീടാണോ ഉത്തമം, അതല്ല മസ്ജിദാണോ, തറാവീഹ് എത്ര റക്അത്തുണ്ട്, ഖുതുബ ഏത് ഭാഷയിൽ പറയണം, ഇങ്ങനെയൊക്കെയുള്ള മസ്അലകളിൽ ആളുകളെ കുടുക്കിയിടാനും വിഷയം മാറ്റാനും ഒക്കെ ആളുകൾ ഇവർ ശ്രമിക്കുന്നത് കാണാം. എന്തിനാണത്? അപ്പൊ പല ന്യായങ്ങളും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് ആളുകളെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കാം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന അതിന്റെ ആളുകളാണെന്ന് സംശയമുള്ളവരോട് ഒരിക്കലും അത്തരം വിഷയങ്ങൾ തർക്കിക്കരുത്. ഇത് സംസാരിക്കുക. എന്താണ് തൗഹീദിൽ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാൻ പാടുണ്ടോ? ഇല്ലേ? അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിന്റെ വിധി എന്താണ്? അത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതും മക്കയിലെ മുശ്രിക്കുകളും അവർ ചെയ്ത ശിർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് സഹോദരങ്ങളെ ചോദിക്കേണ്ടതുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കയ്യിൽ യാതൊരു ഉത്തരവുമില്ല. അത്രയും ലളിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞത്, തൗഹീദ് മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരന് ഈ ശിർക്കിന്റെ ആളുകളുടെ ഉലമ, അവരിലെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളോട് വരെ, അവരോട് വരെ യഥാർത്ഥത്തിൽ അവർക്ക് വരെ, ഇവർ സാധാരണക്കാരുടെ മുന്നിൽ വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. നമ്മളൊന്നും പഠിക്കാതെ എന്തെങ്കിലും പോയി തർക്കിക്കണം എന്നല്ല ഈ പറയുന്നത്. പക്ഷേ തൗഹീദ് എന്നത് ഈ വക കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വച്ചാൽ അക്കാര്യങ്ങളിലേക്ക് തന്നെ അതിൽ നിന്ന് വഴിമാറാൻ സമ്മതിക്കാതെ ആളുകളെ ഈ ദീനിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ അപ്പോൾ ഇങ്ങനെ ചില ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാൻ വരുന്ന മുസ്ലിയാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ ഖായിദ, ഒന്നാമത്തെ അടിസ്ഥാന കാര്യം. എന്താണ്? മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഖൗമിനോടാണ് യുദ്ധം ചെയ്തത്? അവർ അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് നിഹന്താവ് എന്ന് വിശ്വസിച്ചിരുന്നു. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അതിന് തെളിവുണ്ട്. അതിലൊരു തെളിവാണ് സൂറത്തു യൂനിസിലെ 31-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. والسلام عليكم ورحمة الله وبركاته.